സമീപകാലത്തെ ഏറ്റവും അർത്ഥരഹിതമായ വിവാദമാണ് റവാഡ ചന്ദ്രശേഖർ DGP ആയതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കൂത്തുപറമ്പ് കേസിൽ CPIMന്റെ മുഖ്യപ്രതി MV രാഘവനായിരുന്നു. ആ രാഘവൻ അവസാന കാലത്ത് CPIM സഹയാത്രികനായി. MV രാഘവന്റെ മകൻ MV നികേഷ് കുമാർ അഴീക്കോട് CPIM സ്ഥാനാർത്ഥിയായി. ഇപ്പോ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. റവാഡ ചന്ദ്രശേഖർ പ്രതിപ്പട്ടികയിൽ വന്നത് തലശ്ശേരി ASP എന്ന നിലയിലാണ്. അന്ന് പോലീസ് സംഘത്തിന് നേതൃത്വം നൽകിയ DYSP ഹക്കിം ബത്തേരി സസ്പെൻഷനിലായി. സസ്പെൻഷൻ കാലത്ത് പെൻഷനായി. പിന്നാലെ ഹൈക്കോടതി ഹക്കിമിനെതിരായ കേസ് റദ്ദാക്കുകയും ചെയ്തു. ആ ഹക്കിം ബത്തേരി ഇപ്പോഴില്ല. റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ നടപടി റദ്ദാക്കിയത് സുപ്രീം കോടതിയാണ്. റവാഡ ചന്ദ്രശേഖർ പിന്നെയും 13 വർഷം കൂടി കേരള കേഡറിൽ തുടർന്നു. 17 വർഷമായി കേന്ദ്ര സർവീസിലുമായിരുന്നു. സത്യത്തിൽ കൂത്തുപറമ്പ് വെടിവയ്പിൽ എന്താണ് റവാഡയുടെ പങ്ക്? സ്പോട്ട്ലൈറ്റ് വിശദമായി പരിശോധിക്കും. സമരം ചെയ്യുന്നവർക്കും അത് പ്രതിരോധിക്കുന്ന പോലീസിനും എക്കാലത്തേക്കുമുള്ള മുന്നറിയിപ്പാണ് കൂത്തുപറമ്പ് വെടിവയ്പ്. കൂത്തുപറമ്പിലെ സമരം സഹകരണ മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരണത്തിനെതിരെയായിരുന്നു. ആ വെടിവയ്പ് നടന്ന 10 വർഷം തികയും മുൻപ് സംസ്ഥാനത്തെ നിരവധി സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വന്നു. പിന്നെയും 10 വർഷം കൂടി കഴിഞ്ഞതോടെ സർക്കാർ മേഖലയിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ മറികടന്നു. അന്നത്തെ സമരം പോലും അതോടെ അപ്രസക്തമായി തീരുകയായിരുന്നു. പോലീസിനും ഗുരുതര വീഴ്ചയുണ്ടായി. പൗരന്മാരുടെ ഒരാൾക്കൂട്ടവും ഭീകര പ്രവർത്തനത്തിന് ഇറങ്ങില്ല എന്നാണ് പോലീസ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർ സംഘടിച്ചു വന്നാൽ സംസാരത്തിലൂടെ പ്രശ്നം പരിഹരിക്കണം. ജനങ്ങളുടെ ജീവൻ ബലികഴിച്ച് ഒരു ഭരണാധികാരിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനില്ല. ജനാധിപത്യത്തിൽ പൗരന്മാർ തന്നെയാണ് പ്രഥമ സ്ഥാനത്ത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് സംരക്ഷണം നൽകേണ്ടത്. ആൾക്കൂട്ടം കലാപമുണ്ടാക്കും എന്ന നിലയുള്ളിടത്തേക്ക് മന്ത്രിമാരെ വിടാതിരിക്കുക എന്നതാണ് പോലീസിന്റെ ജോലി. മന്ത്രിമാരെ തടയാനാകണം പോലീസ് ബലപ്രയോഗം നടത്തേണ്ടതും. കമ്പും കോലും മാത്രം കയ്യിലേന്തി വരുന്ന യുവാക്കളെ നേരിടാൻ വെടിവെക്കുക എന്നതിലും വലിയ തെറ്റ് വേറെയില്ല. ഇത്തരം ഘട്ടങ്ങളിൽ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസിനെ പിരിച്ചുവിടുകയാണ് നല്ലത്. പൗരന്മാർക്കെതിരായ വെടിവയ്പ് തെറ്റല്ല എന്ന നയമാണ് ഇപ്പോഴും റവാഡ ചന്ദ്രശേഖരനുള്ളതെങ്കിൽ സംഗതി കൂടുതൽ കടുപ്പമാകും. 31 വർഷം കൊണ്ട് ആ മനസ്സ് സമാധാന വഴികളിലേക്ക് പാകപ്പെട്ടിട്ടുണ്ടാകും എന്ന് നമുക്ക് തൽക്കാലം ആശ്വസിക്കാം. DYFI പ്രവർത്തകൻ MV രാഘവനെ വധിക്കാൻ പദ്ധതിയിട്ടതിനാലാണ് വെടിവയ്പ് വേണ്ടി വന്നത് എന്നാണ് റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി കോടതിയിൽ മൊഴി നൽകിയത്. ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനെതിരെയും മൊഴിയുണ്ട്. രാഘവനെ പോകാൻ അനുവദിക്കില്ല എന്ന് MV ജയരാജൻ ഉൾപ്പെടെ പറഞ്ഞു എന്നാണ് റവാഡ കോടതിയെ അറിയിച്ചത്. വെടിവെക്കാൻ നിർദ്ദേശിച്ചത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണെന്നും മൊഴിയിലുണ്ട്. UDF സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI ആരംഭിച്ച സമരത്തിന്റെ 2ാം ഘട്ടമായിരുന്നു അത്. സമരം DYFI ഏറ്റെടുത്ത സമയം മുഴുവൻ മന്ത്രിമാരെയും വഴിയിൽ തടയാനായിരുന്നു DYFIയുടെ തീരുമാനം. MV രാഘവനോട് അന്ന് വിരോധത്തിന് കൂടുതൽ കാരണവുമുണ്ടായിരുന്നു. CPIM നിയന്ത്രണത്തിലുണ്ടായിരുന്ന സഹകരണ സംഘങ്ങളിൽ പലതിനെയും രാഘവനാണ് UDFന്റെ പാളയത്തിലേക്ക് എത്തിച്ചത്. കൂത്തുപറമ്പിൽ അന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടനമായിരുന്നു. എന്തു സമരമുണ്ടെങ്കിലും പങ്കെടുക്കുമെന്ന് MV രാഘവൻ പ്രഖ്യാപിച്ചു. വന്നാൽ തടയുമെന്ന് DYFIയും നിലപാടെടുത്തു. രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിശ്ചയിക്കുന്നു. 8 മണിക്ക് തന്നെ 1000-ലേറെ DYFI പ്രവർത്തകർ ഈ യോഗ സ്ഥലത്ത് മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചു. ഇത്തരം ഘട്ടത്തിൽ മന്ത്രിയും പോലീസും സാധാരണ എന്താണ് ചെയ്യേണ്ടത്? ഏത് പാർട്ടിക്കാരനാണെങ്കിലും പ്രതിഷേധിക്കുന്നത് നാട്ടിലെ പൗരന്മാരാണ് എന്നൊരു ബോധം മന്ത്രിക്കും പോലീസിനും ഉണ്ടാകണം. മന്ത്രി പങ്കെടുക്കരുത് എന്ന് ASP റവാഡ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയതാണ്. ജില്ലാ പോലീസും മന്ത്രിയോട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടു. പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്നും സുരക്ഷ ഒരുക്കേണ്ടത് പോലീസാണെന്നും MV രാഘവൻ പ്രഖ്യാപിച്ചു. അതൊരു യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു. ആൾക്കൂട്ടത്തെ കണ്ട് പിന്മാറിയാൽ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല എന്ന നിലപാടാണ് അന്ന് മന്ത്രി സ്വീകരിച്ചത്. അത് ന്യായമാണെന്നൊക്കെ തോന്നുമെങ്കിലും യുക്തി എന്നൊരു സംഗതി ഉണ്ടല്ലോ. കൂത്തുപറമ്പിലോ തലശ്ശേരിയിലോ അല്ലാതെ വേറെ എവിടെ വേണമെങ്കിലും മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസിന് കഴിയുമായിരുന്നു. കൂത്തുപറമ്പിലെ ജ്വലിക്കുന്ന യുവാക്കളുടെ മുന്നിലേക്ക് വെല്ലുവിളിയുമായി പോയി നിൽക്കേണ്ട നില മന്ത്രി ഒഴിവാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഹീറോയിസം കാണിക്കേണ്ടത് കേരള പോലീസിനെ കൊണ്ട് ചുടുചോറ് വാരിച്ചല്ല എന്ന് മന്ത്രിമാർക്കുള്ളൊരു മുന്നറിയിപ്പാണ് കൂത്തുപറമ്പ്. അതുപോലെ സമരം ചെയ്യുന്നവർ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും കൂത്തുപറമ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാരെ വഴിയിൽ തടയുക പോലുള്ള സമരമാർഗങ്ങൾ പ്രാകൃതമാണ്. ജനാധിപത്യത്തിൽ ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരങ്ങൾ മാത്രമാണ് ആശാസ്യം.
സത്യഗ്രഹങ്ങളും ഉപവാസങ്ങളും എല്ലാം ഉൾപ്പെട്ട സഹന സമരങ്ങൾ തന്നെയാണ് ആദ്യ അവസാനം ഉണ്ടാകേണ്ടത്. കലാപം നടത്തേണ്ട കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി. കലാപങ്ങൾ കൊണ്ട് രക്തസാക്ഷികൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ആവശ്യങ്ങളൊന്നും നടപ്പാകുന്നുമില്ല. കൂത്തുപറമ്പ് വെടിവയ്പുണ്ടാകുമ്പോൾ റവാഡ ചന്ദ്രശേഖർ തീരെ ചെറുപ്പമാണ്. സർവീസിൽ കയറിയിട്ട് 3 വർഷം തികയുന്നതേയുള്ളൂ. പരിചയക്കുറവും പക്വതയില്ലായ്മയും നന്നായി ഉണ്ടായിരുന്നു എന്നർത്ഥം. അന്നത്തെ റവാഡയല്ല ഇന്നിപ്പോ DGP ആയി ചുമതലയേറ്റിരിക്കുന്നത്. 2 വർഷത്തെ പൂർണ്ണമായ സർവീസും ബാക്കിയുണ്ട്. ആ റവാഡയിൽ നിന്ന് കേരളം എന്താണ് ആഗ്രഹിക്കുന്നത്? മനുഷ്യപ്പറ്റുള്ള ഒരു പോലീസിനെ സൃഷ്ടിക്കാൻ റവാഡയ്ക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. ചെന്നു കയറുന്നവരുടെ മുഴുവൻ പിതാവിനും മാതാവിനും വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുടെ എണ്ണം നന്നേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇന്നും പോലീസ് എന്ന് കേട്ടാൽ ഭയമാണ്. ഉരുട്ടിക്കൊലകളും ക്രൂരമർദ്ദനങ്ങളും ഇപ്പോഴും സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട്. സമരം ചെയ്യുന്ന പ്രതിപക്ഷ സംഘടനകളെ ശത്രുക്കളായി കാണുന്ന പോലീസുകാരുണ്ട്. പോലീസ് എന്നാൽ മീഡിയേറ്റർമാരാകണം. മധ്യസ്ഥർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില പോലീസുകാർക്ക് കൈകാലുകൾ പെരുത്തു വരുന്നുണ്ടാകും. വിചാരണയും വിധിയും ഒക്കെ കോടതികളാണ് നടത്തേണ്ടത്. മുന്നിൽ കിട്ടുന്ന പ്രതിക്കെതിരെ തെളിവുകൾ ശേഖരിക്കുന്ന ജോലി മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. മന്ത്രിക്കൊപ്പം റോന്തു ചുറ്റുന്നത് മന്ത്രിയുടെ സുരക്ഷയ്ക്ക് മാത്രമാണ്. വഴിയരികിൽ നിന്ന് കരിങ്കൊടി വീശുന്നവരെ തല്ലാനും കൊല്ലാനുമല്ല. കരിങ്കൊടി വീശുന്നവരെ ഒതുക്കേണ്ടത് പോലീസിന്റെ പണിയുമല്ല. മന്ത്രി തന്നെയാണ് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുക എന്ന ജോലി ചെയ്യേണ്ടത് മന്ത്രിമാരാണ്, പോലീസല്ല. കൂത്തുപറമ്പ് ആവർത്തിക്കാതിരിക്കാൻ കേരള പോലീസിനെ പഠിപ്പിക്കുക എന്ന കർത്തവ്യമാണ് DGP റവാഡ ചന്ദ്രശേഖർ ഏറ്റെടുക്കേണ്ടത്. സമാധാനകാംക്ഷികളായ പോലീസിനെയാണ് പരുവപ്പെടുത്തിയെടുക്കേണ്ടത്. KV റോഷൻ, KK രാജീവ്, K ബാബു, ഷിബുലാൽ, മധു, പിന്നെ പുഷ്പനും. ഇവരുടെ ജീവനും ജീവിതത്തിനും ഇത് പകരമാകില്ല. പക്ഷേ ഇനിയെങ്കിലും ഇങ്ങനെ രക്തസാക്ഷികൾ ഉണ്ടാകാതിരിക്കണം നമ്മുടെ നാട്ടിൽ. സ്പോട്ട്ലൈറ്റിനി നാളെ വീണ്ടും ഇതേ സമയം.